ഗൈസ്, അപ്പം നമുക്കൊരു ഗെറ്റ് വിത്ത് മീ ആയാലോ. ബൈ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം. ബയോ. അപ്പം ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അത് കഴിഞ്ഞിട്ട് സീക്കയുടെ സൺസ്ക്രീന്, ഇതും കുറേ നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. തീരാറായി, ഞെക്കിയൊക്കെയാണ് തേച്ചത്. അങ്ങനെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇച്ചിരി പൗഡറാണ്, പോൺസിൻ്റെ പൗഡറാണ്. എനിക്ക് എന്തോ പൗഡർ ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു കോൺഫിഡൻസ് കിട്ടാത്ത പോലെ. പിന്നെ നമ്മൾ ഐബ്രോ ഒക്കെ ഒന്ന് ചെറുതായിട്ട് എഴുതി കൊടുത്ത് ത്രെഡ് ചെയ്യണം. ഇനി ഇവിടെ എന്തായാലും ചെയ്യാൻ പറ്റില്ല, നാട്ടിലൊക്കെ പോയിട്ട് ത്രെഡ് ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ആവണം. പിന്നെ നമുക്ക് പൊട്ട് തൊടാം. ഒരു കുഞ്ഞി പൊട്ടാണ് ഞാൻ തൊടുന്നത്. അങ്ങനെ പൊട്ടൊക്കെ എടുത്ത് തൊട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ലിപ് ബാം ഇടാം. ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇതിൻ്റെ മണം അടിക്കുമ്പോഴേ എനിക്ക് തിന്നാനുള്ള ടെൻഡൻസിയാണ്. അങ്ങനെ ലിപ് ബാം ഒക്കെ ഇട്ടിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഞാൻ മാഴ്സിൻ്റെ ഒരു റെഡ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. പക്ഷേ സാധനം ഇട്ടപ്പോൾ എനിക്കൊരു ഇത്തിരി കൂടിപ്പോയ പോലെ നിന്ന്. പിന്നെ അടുക്കളയിൽ നിന്ന് തുണിയെടുത്തത് ഞാനങ്ങ് തുടച്ചാൽ കളഞ്ഞു, ആരും കണ്ടില്ല. അങ്ങനെ അത് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്കിനി ഐലൈനർ ഇടാം. ഐലൈനർ എഴുതുന്ന ഒരു ടാസ്ക്കാണ്. എനിക്കിങ്ങനെ ഫോണിൽ നോക്കി ഐലൈനർ എഴുതാൻ അറിയത്തില്ല, ഞാൻ എന്തൊക്കെയോ. എന്നിട്ട് നമ്മൾ മസ്കാര ഇട്ടു. മസ്കാര അങ്ങനെ ഞാൻ ഇടാറില്ല, ഔട്ടിങ്ങിന് പോയാണ്ട് ഇട്ടതാണ്. അങ്ങനെ മസ്കാരയൊക്കെ ഇട്ട് പിന്നെ ഇത് ഞാൻ കറൻ്റ് വാങ്ങിയൊരു പെർഫ്യൂമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാട്ടർ ഗേളിൻ്റെ. അതും അടിച്ച്. അപ്പോൾ ഇവിടെ കിട്ടിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ ഒന്ന് നടത്തി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.